പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഡോക്ടറെ, ഈ ഡയറ്റ് കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ കഷണ്ടി ആവാതിരിക്കാനോ പറ്റുമോ? നമ്മുടെ ഡയറ്റിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കഷണ്ടി ആകുന്നതിൻ്റെ റേറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പം അതിൽ ഏറ്റവും നല്ല, നമ്മളിപ്പം കഷണ്ടിക്കുന്ന മെയിൽ ഓർ ഫീമെയിൽ പ്രഗ്നന്റ് ബോൾഡ്നെസ്സിന് ഏറ്റവും നല്ല കഷണ്ടിക്കുള്ള ഒരു നാച്ചുറൽ സൊല്യൂഷനാണ് നമ്മൾ പംകിൻ സീഡ്സ് കഴിക്കുക എന്നുള്ളത്. മത്തൻ്റെ വിത്തുകൾക്ക് ഒരു ആൻറ്റി DST എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ദിവസം ഒരു സ്പൂണ് അത് കഴിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ടീയിലും ഈ ആൻറ്റി DST എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുറച്ച് മത്തൻ്റെ സീഡ്സൊക്കെ കഴിക്കുന്നത് ഈ കഷണ്ടി ആവുന്നതിൻ്റെ റേറ്റ് ഒരു പരിധി വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ ഫുഡിലെ എഗ്ഗ് കഴിക്കുക, ഒരു മുട്ട ദിവസം കഴിക്കുന്നതും നല്ലതാണ്. അതുപോലെ നമ്മൾ മുളപ്പിച്ച പയറ്, നട്ട്സ്, പിന്നെ നമ്മൾ ഒമേഗ 3 ഒമേഗ 6 ഉള്ള മീനുകൾ കഴിക്കുന്നതും ഇതിന് കുറച്ചും കൂടി എഫക്റ്റീവായിരിക്കും. പക്ഷേ ഇതുപോലെ തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാലും മുടിയെ നമുക്ക് നിലനിർത്താൻ സഹായിക്കും. എന്ന് പറഞ്ഞാൽ ഒത്തിരിയധികം പഞ്ചസാര കഴിക്കുന്നതും, അതുപോലെ എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, നമ്മൾ പെപ്സി, 7up അങ്ങനത്തെ കാര്യങ്ങൾ കുറയ്ക്കുന്നതും, അതുപോലെ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക, റെഡ് മീറ്റ് കുറയ്ക്കുക, ഇവയൊക്കെ ഈ മുടികളെ നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്.